സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ റോബിൻ ബസ്സിൽ വീണ്ടും പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പത്തനംതിട്ട മൈലപ്രയിൽ ബസ് തടഞ്ഞ് പരിശോധന നടത്തി. യാത്രാരേഖകൾ പരിശോധിച്ച ശേഷം ബസ് വിട്ടയച്ചു. നിയമം പാലിച്ചാണ് സർവീസ് നടത്തുന്നത് എന്ന് ബസ് നടത്തിപ്പുകാരൻ ബേബി ഗിരീഷ് പറഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നല്ല, ഇപ്പോൾ 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം. എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. അത് മാറിയാൽ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇതുവരെയുള്ളതെല്ലാം റീൽസ് നിന്ന് കൂട്ടുക, ഇനിയുള്ള ചിമിട്ടൻ കളി, അത്രേ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് പിടിച്ചെടുത്ത റോബിൻ ബസ് 1 മാസത്തിനു ശേഷമാണ് നിരത്തിൽ ഇറങ്ങുന്നത്. വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് റോബിൻ ബസ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. സർവീസ് തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മൈലപ്രയിൽ മോട്ടോർ വാഹന വകുപ്പ് തടയുകയായിരുന്നു. പിന്നീട് വാഹനം പരിശോധിച്ച ശേഷം ഇതിന്റെ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രേഖകൾ പരിശോധിച്ചതിന് ശേഷം വാഹനം വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നിയമം പാലിച്ചാണ്, കൃത്യമായിട്ടുള്ള എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ടാണ് ഈ സർവീസ് നടത്തുന്നതെന്നാണ് റോബിൻ ഗിരീഷ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് ഇനിയും വഴിയിൽ തടയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കൃത്യമായിട്ടും ബോർഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ഈ മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടികൂടുന്ന സമയത്ത് എങ്ങനെയാണോ സർവീസ് നടത്തിയിരുന്നത്, അതുപോലെ തന്നെ സ്റ്റേജ് ഗാരേജ് ബസ് സർവീസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ കോയമ്പത്തൂർ സർവീസ് റോബിൻ മോട്ടോഴ്സ് നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇനിയും പരിശോധനയുണ്ടാകും, കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. ഒരുപക്ഷെ പിഴ ഈടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് എന്തായിരിക്കും റോബിൻ ഗിരീഷ് നടത്താൻ പോവുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിനുള്ള പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.